സാധാരണ ജനങ്ങളുടെ പേരും പറഞ്ഞ് നടു റോട്ടിലേക്ക് പ്രതിഷേധത്തിനിറങ്ങുക. എന്നിട്ട് ഇതുപോലുള്ള തോന്നിവാസങ്ങൾ ചെയ്തു കൂട്ടുക. ഇത്രയും ക്യാമറ കണ്ണുകൾ ഇത്രയും ഫോക്കസ്ഡ് ആയിരിക്കുന്ന സമയത്ത് ഒരു പൊതുമധ്യത്തിൽ വെച്ച് ഒരു വനിതാ എസ്ഐയുടെ നേരെ ഇതുപോലുള്ള പോക്രിത്തരങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ ഇവന്റെയൊക്കെ കയ്യിൽ ഒരു സാധാരണ പെൺകുട്ടിയെ എപ്പോഴെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവനൊക്കെ ചെയ്തു കൂട്ടുന്നതെന്നുള്ള കാര്യം ആ കുട്ടിയുടെ ജീവൻ ബാക്കി നിൽക്കുമെന്നാണ് ചിന്തിച്ചു പോകുന്നത്. അതിലപ്പുറത്തേക്ക് ഇവന്റെയൊക്കെ വീട്ടിൽ എങ്ങനെ അമ്മ പെങ്ങന്മാര് അത്രയും ധൈര്യത്തോടെ കിടന്നുറങ്ങുന്നു എന്നുള്ള കാര്യമോ എന്താണ് ഇവന്റെയൊക്കെ ഈ പറയുന്ന വാദങ്ങളിലൊന്നും അല്ലെങ്കിൽ അവകാശങ്ങൾ കിട്ടാത്തതെന്ന് പറയുന്നത് ആ ബസ് സ്റ്റാൻഡിൽ അല്ലെങ്കിൽ അവിടുത്തെ ശുചിമുറി ഇല്ല പോലും ഇല്ലേ, ശുചിമുറി തുറന്നു കൊടുത്തേ പറ്റുള്ളൂ. എന്തിന് ഈ സ്വഭാവമുള്ളവന്മാരാണെന്നുണ്ടെങ്കിൽ ആ ശുചിമുറിയിൽ ആദ്യം ഇവനൊക്കെ സ്ഥാപിക്കുന്നത് ഒളിക്യാമറയായിരിക്കും. എന്നിട്ട് പിടിച്ചതിന് ശേഷം ആവശ്യമുള്ള സീനുകൾ അവനൊക്കെ ആസ്വദിക്കും. അതിനപ്പുറത്തേക്ക് വേണമെങ്കിൽ കച്ചവടം ചെയ്ത് കാശുണ്ടാക്കും. അത്രയും നിലവാരമില്ലാത്ത അത്രയും അധപ്പതിച്ച ചിന്താഗതിയുള്ള കാടത്തം നിറഞ്ഞ മനോഭാവമുള്ള അവന്മാരുടെ വൈകൃതങ്ങളാണ് ഈ പോലീസിന്റെ നേരെ അവൻ കാണിച്ചു കൂട്ടിയെന്ന് പറയുന്നത്. ഇവന്മാരൊക്കെ ആദ്യം നന്നാവട്ടെ, അതിനുശേഷം മതി നാട്ടുകാർക്ക് നല്ലത് ഉണ്ടാക്കി കൊടുക്കാനും അതിലപ്പുറത്തേക്ക് മറ്റുള്ളവരെ നന്നാക്കാനും വേണ്ടി ഇറങ്ങുന്നത്.